ഉല്ലാസ് ഒരു സെക്കൻഡ്, ഞാൻ ശ്രീമതി വി പി സുഹ പറയട്ടെ. ശ്രീമതി വി പി സുഹ. അല്ല, ഇപ്പൊ ഇത്രയും നേരം കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വർ പിന്നെ രാഹുൽ ഉസ്താദായി മാറിപ്പോയോ ഒരു തോന്നലുണ്ടായി. രാഹുൽ ഉസ്താദ് എന്ന് ഇനി വിളിക്കേണ്ടി വരുമോ എന്നറിയില്ല. ഉസ്താദ്മാര് പറയുന്ന അതേ വാചകങ്ങളാണ് ഇപ്പൊ രാഹുൽ ഉസ്താദ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരെല്ലാം പറയുന്നത് ഏതോ നൂറ്റാണ്ടിലുള്ള കാര്യങ്ങളെ പോലെയാണ്. ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇവർ വിരളി കൊള്ളുന്നത് എന്തിനാണ്? അതാണ് മനസ്സിലാവാത്തത്. സ്ത്രീ ഒരു വ്യക്തിയല്ലേ? സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും പറയുന്നത് മുസ്ലിം സ്ത്രീകളെ വിഷയങ്ങളാണ്. മറ്റു സമുദായത്തിൻ്റെതൊന്നും അങ്ങനെ എടുത്തു പറയുന്നില്ല. മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഏതു സമയത്തും മുസ്ലിം സ്ത്രീകളുടെ കാര്യങ്ങളിലാണ് ഇവരൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് വ്യക്തി എന്ന നിലയിലുള്ള യാതൊരു അവകാശവും ഇല്ലേ? അത് പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് പല ചരിത്രങ്ങളും ഇങ്ങോട്ടേക്ക് പറയാൻ തുടങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ സ്വാഗതം ചെയ്യുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ മാറ്റി നിർത്താനല്ലേ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട പിന്തുണ കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുക ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം നൽകി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് വിവാഹ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇത് 16-15 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുക, വിദ്യാഭ്യാസം മാറ്റിവെക്കുക, എന്നിട്ട് ഇവർക്ക് തോന്നിയതൊക്കെ ചെയ്യുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയിടാൻ വേണ്ടി, കുട്ടികളെ വിദ്യാഭ്യാസത്തെ തടയിടാൻ, കുട്ടികളെ സൗഹൃദം പങ്കിടുന്നത് തടയിടാൻ, ഇതൊന്നും തന്നെ ഈ കാലത്ത് നടക്കില്ല. ഇത് ഏതോ കാലഘട്ടമാണ്. നിങ്ങളൊക്കെ പറയുന്ന കേട്ട എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഈ വിദ്യാസമ്പന്നം എന്ന് പറയുന്ന കേരളത്തിലെ വ്യക്തികളാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ത്രീകളെ മനുഷ്യരായി അംഗീകരിക്കണം. അവർ വ്യക്തിയാണ്, അവർക്ക് വ്യക്തിത്വമുണ്ട്. അവർ വെറും ശരീരം മാത്രമല്ല എന്ന് ചിന്തിക്കണം. എന്ത് പറയുമ്പോഴും ലൈംഗികതയാണ് ആദ്യം പറയാ. അത് മാത്രമാണോ? എല്ലാ മനുഷ്യരും മാനസിക രോഗികളാണ്. ഇവിടെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. പ്രിയങ്ക ഗാന്ധിയെ പോലുള്ളവരാണ് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടത് എന്ന്. അത് ശരിയുമാണല്ലോ അല്ലേ? കാരണം ഈ PMA സലാം ഇങ്ങനെ പറയുമ്പോൾ അത് ലീഗിന്റെ നിലപാടാണോ അല്ലയോ എന്നുള്ളത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കണം. രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ല, ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ PNA സലാം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് തന്നെ ആയിരിക്കണം. എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മറുപടി പറയണം. കാരണം തുല്യനീതി വേണ്ട, തുല്യത വേണ്ട, തുല്യ അവകാശം വേണ്ട എന്ന് പറയുമ്പോൾ ഈ മുന്നിൽ വന്ന് നിൽക്കുന്ന 2 വിഷയങ്ങളുണ്ട്. പക്ഷെ അവിടെ സാമൂഹ്യനീതി വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അല്ല, സലാമിനും ലീഗിനും കോൺഗ്രസിനും ഒക്കെ അക്കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ കഴിയുമല്ലോ. കാരണം സാമൂഹ്യ നീതി എന്ന് സലാം പറയുന്നുമുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പാക്കി സ്ത്രീകൾക്ക് തുല്യത കൊണ്ടുവരണം. ആ ഒരു ലൂപ്പ് ഹോൾ അവിടെയുണ്ട്. അല്ല, ഇത് എന്തൊക്കെയാ പറയുന്ന അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹത്തിനെ മനസ്സിലാവുള്ളൂ. തുല്യനീതി, ലിംഗസമത്വം, തുല്യനീതി എന്തൊക്കെയാ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് മാത്രമേ അതിന് അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അത്, പാർട്ടിയുടെയും കൂടി നിലപാടാണ് അതെങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾ അതിന് നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അവര് പറയണം. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വിഷയത്തിൽ, ഇപ്പൊ നേരത്തെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, ഒരു നേതാവ് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പം രാഷ്ട്രീയ പാർട്ടികളെ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ മതസംഘടനകളെ കൂട്ടുപിടിക്കുന്നത്. അവര് പറയുന്നതൊക്കെ തത്തമേ പൂച്ചാന്ന് പറയേണ്ടി വരുന്നതും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയാണ്. നമ്മളെ നാട്ടിലെ സ്ത്രീകൾ, ഉസ്താദ്മാർ പറയുന്നത് പോലെയാണ് രാഹുലും സംസാരിക്കുന്നത്. നമ്മളെ നാട്ടിലെ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നില്ല. അല്ല, ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വോട്ട് ചെയ്യാതിരുന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിജയിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ് ശക്തി.
സ്ത്രീകളെ വോട്ടാണ് ഇവിടെ ശക്തി. അക്കാര്യത്തിൽ തുല്യത വേണമല്ലോ. രാഹുൽ ഈശ്വർ, അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുല്യത പ്രധാനമാണ്. അല്ല, അവിടെയാണ് ഇതൊരു വളരെ ന്യൂആൻസ്ഡ് പോയിന്റ് ആണ്. സൂക്ഷ്മതലത്തിൽ 1 മിനിറ്റ് സൂര്യ മാഡം എനിക്ക് തരണം. മാഡത്തിന്റെ അടക്കം ഉള്ള പോരാട്ടങ്ങളെ പൂർണ്ണമായി ബഹുമാനിക്കുന്നു, സ്ത്രീകളുടെ എല്ലാ മുന്നേറ്റങ്ങളെയും ബഹുമാനിക്കുന്നു. അതോടൊപ്പം വിശ്വാസത്തിന്റെ പക്ഷത്ത് നിന്ന് മുമ്പോട്ട് വെക്കുന്ന ഒരു നിലപാട് കൂടി കേൾക്കണം. അതായത് ഇത് വളരെ കോംപ്ലക്സ് ഒരു മാറ്ററാണ്. ഈ സ്ത്രീ പുരുഷ ജെൻഡർ ന്യൂട്രാലിറ്റി പോലത്തുള്ള ആശയങ്ങൾ ഒരു ലെഫ്റ്റ് ലിബറൽ ആശയമാണ്. എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് ഒരു റൈറ്റ് കൺസർവേറ്റീവ് ഫാമിലി ഓറിയന്റേഷനിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ എല്ലാ മുന്നേറ്റങ്ങളും പൂർണ്ണമായി ബഹുമാനിക്കുകയും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴും സ്ത്രീ പുരുഷ വൈവിധ്യം, സ്ത്രീയും പുരുഷനും സെയിം അല്ല. ബയോളജിക്കലി, സൈക്കോളജിക്കലി, ന്യൂറോളജിക്കലി സെയിം അല്ല. ഇത് PMA സലാം സാറ് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ സാറ് മാത്രമല്ല, അറിയാവുന്ന കാര്യമാണ്. ജീവശാസ്ത്ര പഠനക്ലാസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി കേൾക്കണം രാഹുൽ. അല്ല, ഇന്ന് മാഡം ഒരു സെക്കൻഡ്, ഇന്ന് ലോകം തിരിച്ചു വരികയാണ്. അതായത് പാശ്ചാത്യ ലോകത്തെ തെറ്റായ മോഡലിലാണ് 100 വർഷത്തോളം ലോകം സഞ്ചരിച്ചത്. അതായത് ആണും പെണ്ണും വേറെയല്ല, ആണും പെണ്ണും ഒന്നാണെന്ന് പറഞ്ഞു. ഇന്ന് പാശ്ചാത്യ ലോകം, പ്രത്യേകിച്ച് US അല്ലെങ്കിൽ ഇങ്ങോട്ടെടുത്ത ജപ്പാൻ, സൗത്ത് കൊറിയ അടക്കം തിരിച്ചു വരവാണ്. ആ പാത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ ബഹുമാനവും ജസ്റ്റിസും എല്ലാം വേണം. പക്ഷെ സ്ത്രീയും പുരുഷനും സമനല്ല, സെയിം അല്ല. ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെയിം എന്നല്ല അർത്ഥം. പകരം പരസ്പര ബഹുമാനം, ഇഷ്ടം, ആദരവ്, സമൂഹത്തിൽ സ്ഥാനമുണ്ടാകണം. ഈ സ്ത്രീ വൈവിധ്യം വേണം. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, നമ്മുടെ നാട് റസിയ സുൽത്താനെയും ഝാൻസി റാണിയും ഭരിച്ചതാണ്. ഒരുപക്ഷെ ആദ്യ വനിത സുപ്രീം കോടതി ജസ്റ്റിസ് ആകുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഫാത്തിമ ബീവിയാണ്. ഒരുപാട് പേർ മുമ്പോട്ട് വരുന്നത് നമുക്ക് വലിയ മാതൃകകളാണ്. അതോടൊപ്പം ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ കോൺസ്ട്രക്ട് നമ്മുടെ എല്ലാ സമൂഹങ്ങൾക്കും നെഗറ്റീവ് ആകും. സലാം സാർ കുറെ കൂടെ ഭംഗിവൽക്കരിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ ജെൻഡർ സെയിംനെസ് എന്നുള്ള ജെൻഡർ ഐഡിയോളജി, അതായത് ജെൻഡർ സാമൂഹിക നിർമ്മിതമാണ്, സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ദൈവീകതയും എതിർക്കുന്നതാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവമാണ് സ്ത്രീയും പുരുഷനെയും ഉണ്ടാക്കിയെന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറയുന്നുണ്ട്. 2 അടിസ്ഥാന വിഭാഗങ്ങളേ ഉള്ളൂ, അത് സ്ത്രീയും പുരുഷനുമാണ്. ഇവർക്കിടയിൽ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യത്തെ ബഹുമാനിക്കാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. തീവ്ര ഫെമിനിസം വൈവിധ്യമില്ല, ഇവർ രണ്ടും സെയിം ആണെന്നാണ്. സ്ത്രീയും പുരുഷനും സെയിം അല്ല എന്നുള്ളത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന റിയാലിറ്റിയാണ്. ആ 2 വ്യക്തികൾ വ്യത്യസ്തരാണ്. ആ 2 വ്യക്തികൾ യുണീക്ക് ആണ്, കോംപ്ലിമെന്ററി ആണ്, വ്യത്യസ്തരാണ്. എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയുന്ന ഈക്വാലിറ്റി എന്താ മാഡം? അവിടെയാണ് അവസരങ്ങളിൽ സമത്വം വേണം, സമൂഹത്തിൽ നീതിയിൽ സമത്വം വേണം. പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്ത്രീ എല്ലാ കാര്യത്തിലും സമത്വം വേണം. അത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും സ്ത്രീ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അതും കൂടി മനസ്സിലാക്കണം. ഇന്ന് പാരമ്പര്യം ഉണ്ടാവണമെങ്കിൽ, ഈ ലോകം ജനങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്ത്രീ എടുക്കുന്ന കഷ്ടപ്പാട് കൊണ്ടാണ് നിങ്ങൾ ജനിക്കുന്നത്. അപ്പൊ ആ സ്ത്രീയെ ബഹുമാനിക്കണം, ആ സ്ത്രീയെ നിങ്ങൾ അംഗീകരിക്കണം, വ്യക്തിയെന്ന് അംഗീകരിക്കണം. നിങ്ങൾ അംഗീകരിക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയാം വ്യത്യാസമുണ്ട്, അങ്ങനെയുണ്ട്. അത് അങ്ങനെ പറയാനേ പറ്റില്ല. അതുകൂടി സ്ത്രീ ചെയ്യുന്നു. അവിടെയാണ് സ്ത്രീയുടെ, അതാണ് സ്ത്രീ. അതെ, ഞങ്ങൾ ഏത് തരത്തിലുള്ള ഇരുത്തുണ്ടെന്ന് പറഞ്ഞാലും സ്ത്രീയാണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. അവരെ എന്തിനു മാറ്റി നിർത്തണം? ഒരു പുരുഷനെ പ്രസവിക്കുന്നത് സ്ത്രീയല്ലേ? ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നത് സ്ത്രീയല്ലേ? സഹോദരി മകന് മേളിൽ ആ മൂല്യം കൊടുക്കാതെയാണല്ലോ നിങ്ങൾ പറയുന്നത്. താഴെയാണ്, സ്ത്രീകളാണ് മുകളിൽ. അതാണ് പറയുന്നത്, പുരുഷന്മാർ താഴെയാണ്, സ്ത്രീകളാണ് മുകളിൽ.